ഹലോ, വെൽക്കം ബാക്ക് ടു തോട്ട്സ് ആൻഡ് വൈബ്സ്. അപ്പം നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ഓണം സീരീസ് നടക്കുക അല്ലേ. ഇന്ന് നമ്മുടെ ഓണം സീരീസിൻ്റെ 5ാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു ഇഞ്ചിക്കറിയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിലുള്ള ബാക്കി ഓണം സീരീസിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഞാനത് പ്ലേലിസ്റ്റായിട്ട് നമ്മുടെ എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം, കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയാകും, ഇത്രയൊന്നും ആവശ്യമില്ല. പിന്നെ നമ്മൾ ഒരു നാരങ്ങ വലുപ്പത്തോളമുള്ള വാളംപുളി എടുത്ത് ഇളം ചൂടുവെള്ളത്തിലൊന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളകും പിന്നെ 2 തണ്ട് കറിവേപ്പിലയും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ മധുരത്തിന് ആവശ്യമായ ശർക്കരയും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇഞ്ചിയെല്ലാം ഒന്ന് ഒരേ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാവേ. ചെറുതാക്കി കനം കുറച്ച് അരിയാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ നേരത്തെ ഓണം സീരീസ് പോലെ തന്നെ വിഷുവിനും ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിനകത്തും ഒരുപാട് സദ്യയ്ക്ക് പറ്റിയ കറികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഈ ഓണം സീരീസിലില്ലാത്ത കുറേ കറികൾ ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻഡ് സ്ക്രീനിലും കൊടുത്തേക്കാവേ. എല്ലാവരും അതും കൂടി ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കണേ. നമ്മുടെ ചാനലും കൂടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും നോക്കണേ. അപ്പോൾ ഇതാ നമ്മൾ ഇഞ്ചിയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാം ഒരേ സൈസിൽ വളരെ കനം കുറച്ച രീതിയിലാണ് നമ്മളിതെല്ലാം അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണ ചൂടായി വരുമ്പം നമ്മൾ അതിലേക്ക് ഇപ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ ഇഞ്ചി കഷ്ണങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് വറുത്തെടുക്കണേ. നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മുടെ ഇഞ്ചിയെല്ലാം ഒരേ വലുപ്പത്തിൽ കനം കുറഞ്ഞതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ ഫ്രൈ ആയി കിട്ടേ. അപ്പോൾ ഇത് നന്നായിട്ടായിട്ടുണ്ട് കണ്ടോ. എല്ലാം നല്ല ഫ്രൈ ആയി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കടായിൽ നിന്നൊന്ന് കോരി മാറ്റി വെക്കാവേ. അല്ലെങ്കിൽ ഒരുപാട് നേരം ആ ചൂടിലിരുന്നാൽ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല കറക്റ്റ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ആറി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ എല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചി വറുത്ത അതേ കടായിലേക്ക് തന്നെ എണ്ണ ചൂടാകുമ്പം 1 ടീസ്പൂണോളം കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 2 വറ്റൽമുളക് ഒന്ന് 2ആയിട്ട് മുറിച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതും നല്ല രീതിക്കൊന്ന് ഫ്രൈ ആയി കിട്ടണം. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ കൂടെ തന്നെ നമ്മൾ പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പുളി അതിലേക്ക് ചേർത്ത് കൊടുക്കാതെ പുളി ഒഴിക്കുമ്പം ഒരുപാട് കൂടി പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതൊന്ന് ചൂടായി വരുമ്പം നമ്മൾ അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഇഞ്ചിയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്യണേ. ആ വറുത്ത ഇഞ്ചിയിലേക്ക് നമ്മുടെ ഈ പുളിയും മധുരവും എല്ലാം കൂടി ചേരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണേ. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് 1 ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാവേ. കൂടെ തന്നെ കുറച്ച് മാത്രം കായത്തിൻ്റെ പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച കായത്തിൻ്റെ പൊടിയാണ്. ഇപ്പം നമ്മുടെ ഇഞ്ചിക്കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മുടെ ഇഞ്ചിക്കറി അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു തൊടുകറിയാണ് ഇഞ്ചിക്കറിയെ. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഈ ഇഞ്ചിക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ ഇങ്ങനെയാണോ ഇഞ്ചിക്കറി വെക്കാറുള്ളതെന്നും കൂടി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ ഇഞ്ചിക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഓണം സീരീസിൽ ഇനിയും ഒരുപാട് വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ.